നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം നാം ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുക, യഥാർത്ഥത്തിൽ ദൈവത്തിൽ പൂർണ്ണരായിരിക്കുക എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു മർമ്മത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. മുമ്പുള്ള തലമുറകൾക്ക് അനാദികാലം മുതൽ മറഞ്ഞു കിടന്നൊരു മർമ്മം അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്താണത്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. കർത്താവിനെ തേടി സ്വർഗത്തിൻ്റെ ഉന്നത മഹിമകളിലേക്ക് കണ്ണു നട്ടിരിക്കേണ്ട നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നവനായ ദൈവം മനുഷ്യൻ്റെ വേഷം ധരിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവിനെക്കുറിച്ച് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവനിൽ നാം പൂർണ്ണരായി തീരുവാൻ ആഗ്രഹിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. നമ്മുടെ ഏറ്റവും വലിയ ഗോൾ അതായിത്തീരട്ടെ. ജാതികളിൽ ഈ മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം വളരെ ശക്തിയോടെ ഇത് പറയുകയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. നാം സേവിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുവാനിടയായി. അതെ, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിച്ച് ഇമ്മാനുവേലായി ഇന്നും നമ്മോട് കൂടെയുള്ള കർത്താവ്. നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ എല്ലാവരും കൈവിടുമ്പോൾ, നാം ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നാം ഭാരപ്പെട്ട് പോകാറുണ്ട്, നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ഈ ഒരു മർമ്മത്തെ നാം മുറുകെ പിടിക്കണം. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എന്നിലിരിക്കുന്നു. എന്നിലിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. സർവശക്തനാണവൻ, സർവവ്യാപിയാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അങ്ങനെയുള്ള ദൈവം എൻ്റെ ഹൃദയത്തിലുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയക്കണം? ഞാൻ എന്തിനു നിരാശപ്പെടണം? ഞാൻ ഒറ്റയ്ക്കല്ല, ആർക്കും എന്നെ ഒറ്റപ്പെടുത്തുവാൻ കഴിയത്തില്ല. അത്രമാത്രം ശക്തമായ ദൈവത്തിൻ്റെ സ്നേഹബന്ധത്തിൽ നാം ആയിരിക്കുന്നു. കർത്താവിനെ, യേശുവിനെ രക്ഷകനായും കർത്താവായും നമ്മുടെ ഹൃദയത്തിൽ നാം അംഗീകരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവേശനം നാം ഒരുക്കുകയാണ്. കർത്താവോട് എന്നേക്കും വസിക്കുകയാണ്. ഞാൻ നിങ്ങളോടുകൂടെ എന്നേക്കും വസിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം മനുഷ്യരോടുകൂടെ വസിക്കുക എന്നുള്ളതാണ്. മാനുഷികമായ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ആലയങ്ങൾക്കുള്ളിൽ വസിക്കുന്നതിനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. താൻ്റെ സൃഷ്ടിയായിത്തീർന്ന ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ച മനുഷ്യനിൽ വസിക്കുക എന്നുള്ളതാണ്, അവനിൽ വസിക്കുക എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാമോ? അപ്പോസ്തലൻ പറയുന്നത് പോലെ തന്നെ കർത്താവിനെ ക്രിസ്തുവായി നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പീൻ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഏരിയയിൽ, ആ വിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത്, അവിടെയുള്ള ഇരിപ്പിടം കർത്താവിന് വേണ്ടി നൽകുവാൻ നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് ഒരിക്കലും അവിടെ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മരണത്തിന് ശേഷമോ അല്ല, കർത്താവിൻ്റെ വരവിന് ശേഷമോ ഒരു നിത്യത അതനുഭവിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ആ നിത്യതയുടെ സാന്നിധ്യം, അതിൻ്റെ സന്തോഷം നാം അനുഭവിക്കാനാണ്. അതാണ് അപ്പോസ്തലൻ ഫിലിപ്പി കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയാൽ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കാണത്തില്ല. എന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരു കാരണമുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഈ ലോകത്തിന് നിങ്ങളിൽ നിന്ന് സകല കാര്യങ്ങളെയും, നിങ്ങൾ ഇവിടുന്ന് നേടിയ സകലത്തെയും ചിലപ്പോൾ മാറ്റുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ കർത്താവിനെ എടുത്തു മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കാണ്. ഏത് സാഹചര്യങ്ങളായിരുന്നു കർത്താവിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയത്തിലെ ദൈവസാന്നിധ്യം, ഒരുപക്ഷെ നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവവചനം അല്ലെങ്കിൽ തിരുവെഴുത്ത് എടുത്തു മാറ്റാൻ കഴിഞ്ഞേക്കാം.
നിങ്ങൾക്കുള്ള നന്മകളൊക്കെ എടുത്തു മാറ്റാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എടുത്തു മാറ്റാൻ ഒരു പെർസിക്യൂഷനോ ഒരു കഷ്ടതയ്ക്കോ പട്ടിണിക്കോ കഴിയത്തില്ല. അതാണ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ആ സ്നേഹത്തിൽ തന്നെ വേർതിരിപ്പാൻ ആർക്ക് കഴിയും? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഹല്ലേലൂയ ദാരിദ്ര്യങ്ങൾക്കൊന്നും എടുത്തു മാറ്റാൻ കഴിയത്തില്ല. ഇപ്പോഴുള്ളതിനെടുത്ത് മാറ്റാൻ കഴിയത്തില്ല. ഇനി എന്തെങ്കിലും വരുവാനുള്ളതുണ്ടോ അതെടുത്ത് മാറ്റുവാൻ കഴിയത്തില്ല. മരണത്തിന്, ഉയരത്തിന്, ആഴത്തിന് ഒന്നും എടുത്തു മാറ്റാൻ കഴിയത്തില്ല. അത്രമാത്രം ശക്തമായൊരു ബോണ്ടിങ് കർത്താവുമായിട്ട് ഉണ്ട് എന്നുള്ളത് അപ്പോസ്തലൻ വെളിപ്പെടുത്തും. തൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ കഷ്ടതകളുടെ ഒത്തിരി കാര്യങ്ങൾ കാണുവാൻ കഴിയും. പലവട്ടം കഷ്ടത, കടലിലെ ആപത്ത്, കള്ളന്മാരായുള്ള ആപത്ത്, കള്ള സഹോദരന്മാരായുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, ഇങ്ങനെ ഒത്തിരി അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരാഗ്രഹങ്ങൾ കിടക്കേണ്ടതായിട്ട് വന്നു. ക്രിസ്തു നിമിത്തം നന്മകളെല്ലാം ചെയ്തവെന്ന് എണ്ണി ക്രിസ്തുവിനെ നേടേണ്ടതിന് താൻ ഇറങ്ങിത്തിരിക്കുവാനിടയായിത്തീർന്നു. കർത്താവിനെ അറിയേണ്ടതിനും അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും തിരിച്ചറിയേണ്ടതിന് ഇറങ്ങിത്തിരിച്ച അപ്പോസ്തലൻ ധൈര്യത്തോടെ പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഹെവനാണ്. യേശു നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ സമയങ്ങൾ ഓരോരും നിങ്ങൾ സ്വർഗീയ സന്തോഷമാണ് അനുഭവിക്കുന്നത്. നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങളെ ബാധിക്കത്തില്ല. ഒരുപക്ഷെ അത് പ്രയാസപ്പെടുത്തിയേക്കാം. എന്നാൽ അത് ഹൃദയത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ശക്തമായി തിരിച്ചറിയുന്നവർ അതിൻ്റെ മധ്യത്തിലും സന്തോഷത്തോടെ പാടുവാനിടയായിത്തീരും. സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയും. പ്രിയ സ്നേഹിത, താങ്കളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. താങ്കളുടെ ഉള്ളിൽ കർത്താവിന് വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, അവിടുന്ന് മുട്ടുന്നു നിങ്ങളുടെ ഹൃദയവാതിൽ. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു നേരത്തെ അത്താഴത്തിന് മാത്രമല്ല, എന്നേക്കും നിന്നോട് കൂടെ ഇരിക്കേണ്ടതിന്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് ആഗ്രഹിക്കുന്ന കർത്താവാണ് നിങ്ങളുടെ ഹൃദയവാതിൽ മുട്ടുന്നത്. താങ്കൾക്ക് തുറക്കാൻ കഴിയുമോ? റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ഒന്ന് ഏറ്റുപറയാൻ കഴിയുമോ? പ്രിയ കർത്താവേ, പ്രിയ യേശുവെ, അങ്ങ് കർത്താവാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങ് ഉയർപ്പിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങൻ്റെ ഹൃദയത്തിൽ വാഴണമേ. അതെ, ഞാൻ അങ്ങേ എൻ്റെ കർത്താവായി എൻ്റെ ഹൃദയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വിശുദ്ധീകരിക്കുന്നു. അങ്ങ് അവിടെ വാഴണമേ, എന്നെ നിയന്ത്രിക്കണമേ. വിശുദ്ധിയിൽ നിൽക്കുവാൻ, നന്മകളിലേക്ക് തിരിയുവാൻ, മറ്റുള്ളവരിലേക്ക് അവിടുത്തെ സ്നേഹം പങ്കുവയ്ക്കുവാൻ, ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തെ ക്യാരി ചെയ്യുന്നവനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഞാനിവിടെ ഏറ്റുപറയുന്നു. കർത്താവ് അങ്ങൻ്റെ ഹൃദയത്തിൽ വരണമേ, എന്നേക്കും എന്നോടുകൂടെ ഇരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് നൽകിത്തന്ന ഈ മനോഹര നിമിഷത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. കർത്താവേ, ഈ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ഈ മർമ്മത്തെ മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ നൽകി തന്ന സാവകാശനായിട്ട് സ്തോത്രം. അതിനാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. അനേകർക്ക് ഞങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. നിത്യതയുടെ സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ അവിടെ നൽകി തന്നതിനാൽ സ്തോത്രം. അവിടുത്തെ വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കിക്കാട്ടെ. പ്രാർത്ഥനയായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.